ഡോക്ടറെ, നമ്മൾ പണ്ട് കാലങ്ങളിൽ ഇപ്പം ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറയുന്ന പോലെ പോസ്റ്റ്നേറ്റൽ കെയർ സെന്റേഴ്സോ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് വീടുകളിലായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അത് തന്നെ ഫോളോ ചെയ്താൽ പോരെ എന്ന് ചിന്തിക്കുന്ന പല ആൾക്കാരും ഉണ്ട്. അങ്ങനെ വീടുകളിൽ ചെയ്തിട്ട് നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടാവേ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? നമുക്ക് ഇപ്പം അടുത്തൊരു ഇതുപോലൊരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു അമ്മയും കുഞ്ഞും നമ്മുടെ അടുത്ത് ട്രീറ്റ്മെന്റിന് വന്ന സമയത്ത് അവര് ഇവിടെ വരുന്നതിന് തൊട്ട് മുന്നേ ഇതുപോലെ ഒരു ഹോം നഴ്സിനെ വെച്ചിട്ട് ഒരു ട്രീറ്റ്മെന്റ് പോലെ ചെയ്യുന്നുണ്ടായിരുന്നു. അതിന്നുള്ള ആ ഒരു ഷോക്കിലാണ് സത്യം പറഞ്ഞാൽ അവരിവിടെ എത്തിയത്. അവര് ഈ പറഞ്ഞ പോലെ തിളച്ച വെള്ളം അവരുടെ സി സെക്ഷൻ ആയിരുന്നു. എന്നിട്ട് ആ സ്റ്റിച്ചിന്റെ മുകളിൽ തിളച്ച വെള്ളം ഒഴിച്ച് അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് അവരിവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അവര് അതിൽ നിന്നുള്ള ഒരു രക്ഷ എന്നുള്ള രീതിക്കാണ് ശരിക്കും ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഒരു കുഞ്ഞിനെ ആണെങ്കിലും ഒരുപാട് നേരം എണ്ണ തേപ്പിച്ച് കിടത്തുക, ഒരുപാട് പ്രഷർ കൊടുത്തിട്ട് കൈയും കാലെല്ലാം ഭയങ്കരമായി വലിച്ച് അങ്ങനെയൊക്കെയാണ് കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ബേബി ഇവര് ആ ഒരു സമയം കുളിപ്പിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഭയങ്കര കരച്ചിലാണ്. അപ്പൊ അങ്ങനത്തെ ഒരു വല്ലാത്ത അവസ്ഥയിൽ അവരിവിടെ വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ വന്ന സമയത്ത് ട്രീറ്റ്മെന്റിന് വരാൻ തന്നെ അവർക്ക് ഭയങ്കര ഒരു പേടിയുണ്ടായിരുന്നു ഇനീഷ്യലി. അപ്പൊ നമ്മുടെ ആ ഒരു രീതികളും കാര്യങ്ങളെല്ലാം അവരെ പറഞ്ഞ് മനസ്സിലാക്കി ആ ഒരു ട്രീറ്റ്മെന്റും കൂടെ എക്സ്പീരിയൻസ് ചെയ്തപ്പോഴാണ് അവർ ഭയങ്കര ഹാപ്പിയായി. ഇങ്ങനെ ആണല്ലേ ശരിക്കും ചെയ്യേണ്ടതെന്നുള്ളൊരു കാര്യം അവർക്ക് ഇവിടെ വന്നിട്ടാണ് മനസ്സിലായിട്ടുണ്ടായിരുന്നത്.